ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ജനങ്ങൾ യേശുവിനോട് ചോദിക്കുന്നത് വളരെ മനുഷ്യസഹജമായ ഒരു ചോദ്യമാണ്. നാം കാണാനും വിശ്വസിക്കാനും നീ എന്ത് അടയാളം ചെയ്യുന്നു? അവർ മോശയുടെ കാലത്തെ മന്നയെ ഓർക്കുന്നു, ആകാശത്തിൽ നിന്ന് ലഭിച്ച അപ്പം. എന്നാൽ അവരുടെ ചിന്ത ഇപ്പോഴും ഭൗതികതയിൽ ഒതുങ്ങിയതാണ്. അവർ വിശപ്പ് തീർക്കുന്ന അപ്പം മാത്രമാണ് അന്വേഷിക്കുന്നത്. അതിന് മറുപടിയായി യേശു അവരുടെ ദൃഷ്ടിയെ ഉയർത്തുന്നു. ആകാശത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം പിതാവാണ് നൽകുന്നത്. ആ അപ്പം ലോകത്തിന് ജീവൻ നൽകുന്നതാണ്. ഇവിടെ യേശു ഒരു വലിയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ദാനം വെറും ഭക്ഷണമല്ല, ജീവൻ തന്നെയാണ്. ഈ സന്ദർഭത്തിൽ യേശു പറയുന്നു, ജീവൻ്റെ അപ്പം ഞാൻ തന്നെയാണ്. എന്നോട് വരുന്നവന് വിശപ്പുണ്ടാകുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈ വാക്കുകൾ ഒരു ആഴമുള്ള ആത്മീയ സന്ദേശം നൽകുന്നു. നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായാണ്. ആരോഗ്യം, സമ്പത്ത്, സുരക്ഷ, വിജയങ്ങൾ. ഇവ തെറ്റല്ല, എന്നാൽ അവ പരിമിതമാണ്. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏത് അനുഗ്രഹവും താൽക്കാലികമാണ്. ഇന്ന് വിശപ്പ് തീർന്നാലും നാളെ വീണ്ടും വിശക്കും. പക്ഷേ യേശു നൽകുന്ന അപ്പം ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അത് നിത്യമായ സന്തോഷവും സമാധാനവും നൽകുന്നു. ജനങ്ങൾ ചോദിച്ച അടയാളം യേശു ചെയ്യാതെ അവൻ തന്നെ അടയാളമായി മാറുന്നു. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. നാം ദൈവത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സജീവ ബന്ധമോ? പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നാം ദൈവമേ എനിക്ക് ഇത് തരണമേ, അത് ചെയ്യണമേ എന്ന രീതിയിൽ മാത്രമാണ് സമീപിക്കുന്നത്. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് അവനോട് അടുക്കാനും അവനെ സ്വീകരിക്കുവാനുമാണ്. അവനോടുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശൂന്യത നിറയുന്നു. ഈ വചനഭാഗം വിശുദ്ധ കുർബാനയുമായി കൂടിയൊരു ആഴമുള്ള ബന്ധം പുലർത്തുന്നു. കുർബാനയിൽ നാം സ്വീകരിക്കുന്നത് വെറും അപ്പമല്ല, അത് ജീവൻ്റെ അപ്പമായ യേശു തന്നെയാണ്. അവനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു പുതിയ ശക്തിയും ജീവനും ലഭിക്കുന്നു. അതുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുന്നത് ഒരു പതിവ് ആചാരമല്ല, അത് യേശുവുമായുള്ള ആഴത്തിലുള്ള സംഗമമാണ്. ഇന്നത്തെ വചനഭാഗം നമ്മെ ഒരു തീരുമാനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നാം യേശുവിനെ വെറും അനുഗ്രഹങ്ങൾ നൽകുന്നവനായി മാത്രമാണോ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി സ്വീകരിക്കുകയാണോ? യേശു പറയുന്നു, എന്നോടൊപ്പമുള്ളവന് ഒരിക്കലും വിശപ്പുണ്ടാകുകയില്ല. അതിനാൽ നാം അവനോട് അടുക്കുക. പ്രാർത്ഥനയിലൂടെ, വചന ധ്യാനത്തിലൂടെ, കുർബാനയിലൂടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ നിറയും. നമ്മുടെ ആത്മാവ് സമാധാനവും സന്തോഷവും അനുഭവിക്കും. യഥാർത്ഥ ജീവൻ നൽകുന്ന അപ്പം യേശു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.